സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ക്ലാസ് 6 മാത്സിൻ്റെ ഫ്രാക്ഷൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കാണ്. ഇത് ഇക്വലൻറ്റ് ഫ്രാക്ഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതായത് ഒരു 1 യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു പേപ്പർ സ്ട്രൈപ്പാണ് തന്നിരിക്കുന്നത്. 1 യൂണിറ്റ് ലെങ്ത്. ഇതിനെ അടുത്ത പിക്ചറിൽ അതിനെ പകുതിയാക്കി, അതായത് ഒരെണ്ണം ഹാഫ്, അടുത്തത് ഹാഫ്. ഇനി അടുത്ത സ്ട്രൈപ്പിൽ നോക്കി, അത്രയും ദൂരം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. പക്ഷേ ആ സ്ട്രൈപ്പിനെ നമ്മൾ വീണ്ടും ആ ബ്ലൂ കളറായിട്ടുള്ളതിനെ വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. കണ്ടോ? അതായത് 1/2 എന്നതിനെ 1 ഡിവൈഡഡ് ബൈ 2 അല്ലെ 1/2 എന്ന് പറയുന്നത്, അല്ലെ 1/2 എന്ന് പറയുന്നതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഒരു നമ്പർ കൊണ്ടുകൂടെ, അതായത് 2 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൊണ്ട് ചെയ്യുന്ന പോലെ 2/4 എന്ന് കിട്ടി നമുക്കവിടെ. അപ്പോൾ അതിനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എന്താക്കി? 2 മാറ്റി. ഇനി അടുത്ത പിക്ചർ നോക്കി, ആ 2/4 ലെങ്ത് സെയിം ആണ്. നമ്മൾ ഈ ആദ്യം എടുത്ത ഹാഫിൻ്റെ ലെങ്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനെ നമ്മൾ വീണ്ടും ചെറുതാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? 4/8, അതായത് മൊത്തം എത്ര ഉണ്ട്? 8. അതായത് ഈ മൊത്തത്തിൽ ഇതിന് 8 ഭാഗങ്ങളുണ്ട്. ആ 8 ഭാഗത്തിൽ 4 ഭാഗം എന്നാക്കി മാറ്റി. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത്, ഇവിടെ നമ്മൾ ഹാഫ് വെച്ചെടുത്തു. ഇപ്പുറത്തോട്ട് വരുമ്പം അതെന്താക്കി? അതിന് ഓരോ സ്ട്രൈപ്പിനെയും വീണ്ടും 2 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നോക്കി, ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് ഒന്ന് നോക്കാം. ലെങ്ത് ഈക്വൽ ആണ് അല്ലേ? അതായത് ഹാഫ് എന്ന് പറഞ്ഞതാണ് ലെങ്ത്. അതേ ഈക്വൽ 2/4 അല്ലേ? ലെങ്തിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ദറ്റ് ഈസ് ഈക്വൽ ടു 4/8. നോക്കിയേ, ഈ ലെങ്തിന് ഒരു മാറ്റമില്ല. 1/2 എന്ന് പറയുന്ന അത്രയും ലെങ്താണ് 2/4 എന്ന് പറയുന്നതും, അതേ ലെങ്താണ് 4/8 എന്ന് പറയുന്നതും. മനസ്സിലായോ? അപ്പോൾ ഈ നമ്പേഴ്സിനെയാണ് നമുക്ക് ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് 1/2, 2/4, 4/8 എന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന ഒരു നമ്പറിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈ ഒരേ നമ്പറുണ്ട്. അതായത് 1/2നെ നമ്മൾ 1 × 2, 2 × 2 എന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2/4 കിട്ടും. ശരിയാണല്ലോ? ഈ 1/2നെ 1 × 4 2 × 4 എന്ന് കഴിഞ്ഞാൽ 4/8 എന്ന് കിട്ടും. മനസ്സിലായി? അപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ അതിനെയാണ് നമ്മൾ ഈക്വലൻറ്റ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഈക്വലൻറ്റ് ഫ്രാക്ഷൻസിൽ നമുക്ക് നോക്കി, ലെങ്ത് എല്ലാം ചിലതിൻ്റെയൊക്കെ ഈക്വൽ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫ്രാക്ഷൻ വോൾ കൊടുത്തിട്ടുണ്ടേ. നോക്കി, ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് 1 യൂണിറ്റ് ലെങ്ത് തന്നെയാണ്. 1 യൂണിറ്റാണ് ഇത് തന്നിരിക്കുന്നത്. ഇതിനെ എന്താക്കി? ഹാഫ് ആക്കി. അപ്പോൾ ഈ ഒരു സ്ട്രൈപ്പ് എന്ന് പറയുന്നത് ഹാഫ്, അടുത്തത് അനദർ ഹാഫ് അല്ലേ? ഇത് 1/3 എന്ന് പറയുമ്പോൾ ആ 1 യൂണിറ്റിനെ 3 മാറ്റി. കണ്ടോ? 3 ഇനി നോക്കിയാൽ 1/4 വന്നപ്പോൾ ആ സെയിം 1 യൂണിറ്റിനെ 1/4, 2/4, 3/4, അതായത് 4 ഭാഗമാക്കി മാറ്റി. അപ്പോൾ ലെങ്ത് സെയിം ആണ്. കണ്ടോ? യൂണിറ്റ് ലെങ്ത് സെയിം ആണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സ്ട്രൈപ്സിനെ ഡിഫറെൻറ്റ് ലെങ്തിൽ മുറിച്ച് മാറ്റിയ മാതിരിയാണല്ലേ? അപ്പം ഈ 5ൻ്റെ വരുമ്പോൾ 5 ഭാഗമുണ്ട്. 1/5, 2/5, 3/5, 4/5 ആൻഡ് 5/5 എന്ന് പറയുമ്പോഴത്തേക്ക് 1 യൂണിറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആർ ദ ലെങ്ത് ഓഫ് 1/2, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ആർ ദ ലെങ്ത് ഓഫ് 1/2 ആൻഡ് 3/6 ഈക്വൽ. 3/6ൻ്റെയും 1/2ൻ്റെയും ലെങ്ത് ഈക്വൽ ആണെന്നോ നോക്കി. ലെങ്ത് 1/2ൻ്റെ ലെങ്ത് ഇത്രയുമാണ്. 3/6ൻ്റെയും കണ്ടോ? അപ്പോൾ എന്ത് ഈക്വൽ ആണോ അതെ, അതിൻ്റെ ലെങ്ത് ഈക്വൽ ആണ്. യെസ്. ദെൻ ആർ 2/3 ആൻഡ് 4/6 ആർ ഈക്വൽ അല്ലേ? 2/3 നോക്കി, 2/3 ഇതാ 2/3 4/6. 4/6 എന്ത് ചെയ്യും? ദിസ് വൺ അല്ലേ? നോക്കിയാൽ ഇതിൻ്റെ ലെങ്ത് ഒരുപോലാണോ? യെസ്, ഒരുപോലാണ് അല്ലേ? ലെങ്ത് ഇത് ഈക്വലൻറ്റ് ഫ്രാക്ഷൻ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത് ഈക്വൽ ആയതുകൊണ്ട് ലെങ്ത് ഇസ് ഈക്വൽ. അതുകൊണ്ട് എന്താണത്? അത് ഈക്വലൻറ്റ് ഫ്രാക്ഷൻ ആണ്.
മനസ്സിലായോ? നമ്മളങ്ങനെയാണല്ലോ പറഞ്ഞത്, ലെങ്ത് സെയിം ആണെങ്കിൽ അത് ഈക്വലൻറ്റ് ഫ്രാക്ഷൻ ആകുന്നതാണ്. ഹൗ മെനി പീസസ് ഓഫ് ലെങ്ത് 1/6 വിൽ ബി മേക്ക് എ ലെങ്ത് ഓഫ് 1/2? ഇപ്പോൾ നമുക്ക് 1/6ൻ്റേത് 1/2ൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതാ ഇവിടെ വരെയാണ്. 6ൻ്റേത് ഈ ഭാഗമാണല്ലോ, അത് നോക്കി 1/2ൻ്റെ വരുന്ന ഏത് ഭാഗത്താണ്? യെസ്, 3/6 എന്ന് പറയുന്ന ആ ഫ്രാക്ഷനിലാണ് 1/2ൻ്റെ ലെങ്ത് നമുക്ക് 6ൻ്റെ ഫ്രാക്ഷനിൽ കിട്ടുന്നത്. ഹൗ മെനി പീസസ് ഓഫ് ലെങ്ത് 1/6 വിൽ മേക്ക് ദ ലെങ്ത് ഓഫ് 1/3? 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത്രയും. 6ൻ്റെ ടേബിളിൽ 1/3യുടെ അതേ ലെങ്ത് വരുന്നത് എവിടെയാണ് നോക്കിയേ? 2/6 വരുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കാം. ഇനി ആ ഫ്രാക്ഷൻ ബോൾ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടേക്കാണ്. അതായത് 10 വരെ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് 10, അതായത് ഇപ്പം 1/1, 1/2, 1/3, 1/4, 1/5 അങ്ങനെ 1/10 വരെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അങ്ങനെ എന്നെങ്കിൽ ഓരോന്നിനും ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് നോക്കുകയാണെ ഫിഗർ ഇറ്റ് ഔട്ട്. 3/6, 4/8, 5/10 ഈക്വലൻറ്റ് ഫ്രാക്ഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഈ വോളിൽ തന്നെ നോക്കി ഒന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ഏതൊക്കെയാണ് പറഞ്ഞത്? 3/6, 4/8, 5/10. 3/6 എന്ത് ചെയ്യും? 3/6, 4/8 ഉണ്ടോ? 3/6, 4/8 ഉണ്ടോ? ഇതിൻ്റെ ലെങ്ത് ഈക്വലാണ്. അപ്പോൾ നമുക്കത് ഈക്വലൻറ്റ് ഫ്രാക്ഷൻ ആണെന്ന് പറയാം. പിന്നെ എന്താ പറഞ്ഞത്? 5/10. 3/6ൻ്റെ അതേ സ്ഥലത്ത് തന്നെയാണ് 5/10 വരുന്നത്. യെസ് അല്ലേ? അപ്പോൾ അത് മൂന്നും ഈക്വലൻറ്റ് ഫ്രാക്ഷനാണ്. എന്താണ് കാരണം? അതിൻ്റെ ലെങ്ത് ഈക്വലാണ്. റൈറ്റ് ടു ഈക്വലൻറ്റ് ഫ്രാക്ഷൻസ് ഫോർ 2/6. 2/6ൻ്റെ ഈക്വലൻറ്റ് 2/6 എവിടെയാണെന്ന് നോക്കാം. എന്താ 2/6? ഇതിൻ്റെ ഈക്വലൻറ്റ് ഫ്രാക്ഷൻ നോക്കി. 3/9 ഉണ്ട് അല്ലേ? 2/6. പിന്നെ 1/3 ഉണ്ട്. കണ്ടോ? ഈ രണ്ടെണ്ണം ഈക്വലൻറ്റ് ഫ്രാക്ഷനാണ്. ദെൻ 4/6ൻ്റെ ഈക്വലൻറ്റ് ഫ്രാക്ഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4/6 എന്ത് ചെയ്യും? 4/6ന് ഈക്വലൻറ്റ് ഫ്രാക്ഷന് 4/6 ഉണ്ട്, 6/9 ഉണ്ട്. പിന്നെ ഏതാ 4/6ന്? 2/3 ഉണ്ട് അല്ലേ? ഇനി നമുക്ക് ഈക്വലൻറ്റ് ഫ്രാക്ഷൻ ഇങ്ങനെ വോൾ ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റണമല്ലോ ഇല്ലേ? അതിനിപ്പോൾ എന്നാ ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ 4/6ൻ്റെ ഈക്വലൻറ്റ് ഫ്രാക്ഷൻ കാണണമെങ്കിൽ നമുക്ക് ഈക്വൽ ടു 4 × 2, 6 × 2. അപ്പോൾ എത്ര കിട്ടി? 8, 12. ഇനി 4 × 3, 6 × 3. അപ്പോൾ എത്ര കിട്ടി? നമ്മൾ 12, 3, 18. ഇങ്ങനെ നമുക്ക് മുകളിലും താഴെ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമോ ഡിവൈഡും ചെയ്യാം കേട്ടോ. അപ്പോൾ 4/6 എന്ന് പറയുന്നതിനെ /2 ചെയ്ത് നോക്കിയാൽ രണ്ടും. അപ്പോൾ എത്ര കിട്ടും? 2/3. മനസ്സിലായോ? അങ്ങനെ നമുക്ക് ഈക്വലൻറ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ ഒരു റൊട്ടി ഷെയർ ചെയ്യുന്നുണ്ട് 1/4 ആയിട്ട്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഈക്വലൻറ്റ് ഫ്രാക്ഷൻ യൂസിങ് ഈക്വൽ ഷെയർസ്. 1 റൊട്ടി വാസ് ഷെയർഡ് ഈക്വലി ഇൻ 4 children. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഹോൾ ഡിഡ് ദേ ഈച്ച് ചൈൽഡ് ഗെറ്റ്? അതായത് ഒരു റൊട്ടി അതിനെ 4ആയിട്ട് ഭാഗിക്കുന്നു. 4ആയിട്ട് ഭാഗിക്കുമ്പോൾ അതിൽ ഒരു ഭാഗം, അത് ഒരു കുട്ടിക്ക് 1/4 ഭാഗമാണ് ഒരു കുട്ടിക്ക് കിട്ടുന്നത്. അതിൻ്റെ ഡിവിഷൻ ഫാക്ടർ 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിവിഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 1/4 എന്നാണ്. അതിൻ്റെ അഡീഷൻ ഫാക്ടർ എന്ന് പറയുന്നത് യൂണിറ്റ് 1 ആണ്. 4 പേർക്ക് കൊടുത്തു 1/4 + 1/4 + 1/4 + 1/4. അടുത്തതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 4 പേരുണ്ടായിരുന്നു, അവർക്ക് ഓരോരുത്തർക്കായിട്ട് 1/4 കൊടുത്തു. അതാണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഫിഗർ ഇറ്റ് ഔട്ട് കൂടെ ഉണ്ട്, അതോട് നോക്കാമേ. ഒന്നാമത്തേതിൻ്റെ 3 റൊട്ടീസ് ആർ ഷെയർഡ് ഈക്വലി ഇൻ 4 children. 4 കുട്ടികൾക്ക് 3 റൊട്ടി ഷെയർ ചെയ്യണേ. ഷോ ദ ഡിവിഷൻ ഇൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ ഫ്രാക്ഷൻ ഫോർ ഹൗ മച്ച് ഈച്ച് ചൈൽഡ് ഗെറ്റ്. ഒരു കുട്ടിക്ക് എത്ര കിട്ടുന്നത്? 3/4 അല്ലേ? 3 റൊട്ടി ഉണ്ടായിരുന്നു, അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഫ്രാക്ഷൻ ഇനി ഈച്ച് ചൈൽഡ് ഇനി ഓരോന്നിൻ്റെയും ഡിവിഷൻ ഫാക്ടർ നോക്കുക. ഡിവിഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ
3/4 എന്ന് പറഞ്ഞാൽ 3/4 എന്നാണ് ഡിവിഷൻ ഫാക്ടർ അല്ലേ. അഡീഷൻ ഫാക്ടർ ആണെങ്കിലോ, അഡീഷൻ ഫാക്ടർ ആണെങ്കിൽ 3/4 പ്ലസ് 3/4, 4 പേർക്കാണ് 3/4 പ്ലസ് 3/4, അപ്പോൾ എത്രയായി? 12/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ശരിയാണല്ലോ, 3 റൊട്ടി ഉണ്ടായിരുന്നേ. ഇനി അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ 4 പേർക്ക് എന്ത് ചെയ്തു? 3/4 കൊടുത്തു. ശരിയല്ലേ? അപ്പോഴും നമുക്ക് എത്ര കിട്ടും? ഈ 4 ക്യാൻസലായി 3 കിട്ടും. മനസ്സിലായോ? ഇനി അടുത്ത, ഡ്രോ എ പിക്ചർ ടു ഷോ ഹൗ മച്ച് ഈച്ച് ചൈൽഡ് ഗെറ്റ് വെൻ 2 റൊട്ടീസ് ആർ ഷെയർഡ് ഈക്വലി ഇൻ 4 ചിൽഡ്രൻ. അതായത് 2 കുട്ടികളുണ്ട്, 2 റൊട്ടിയുണ്ട്, അത് 4 കുട്ടികൾക്ക് കൊടുക്കുന്നു. അപ്പോൾ എത്രയായി? 2/4. അതിൻ്റെ പിക്ചർ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഒരു 2 റൊട്ടിയാണുള്ളത്, നമ്മൾ 2 റൊട്ടി, അതിന് എന്ത് ചെയ്യണം? ഇങ്ങനെ അല്ലേ, 4 കുട്ടികൾക്കായിട്ട് വീതിച്ചു കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡിവിഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എങ്ങനെ എഴുതും? ഡിവിഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/4, അതായത് 2/4 എന്ന് എഴുതണം. 2/4, അതാണ് അതിൻ്റെ ഡിവിഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അഡീഷൻ ഫാക്ടറാണ്. അഡീഷൻ ഫാക്ടർ ഏതാ എഴുതേണ്ടത്? അഡീഷൻ ഫാക്ടർ ഈസ് ഈക്വൽ ടു 2/4 പ്ലസ് 2/4, 4 കുട്ടികൾക്കാണ് കൊടുത്തേക്കുന്നത്. 2/4 പ്ലസ് 2/4, ഇപ്പോൾ എത്ര കിട്ടും? 2, 4, 6, 8, 8/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. 2 റൊട്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 4 കുഞ്ഞുങ്ങളാണുള്ളത്, അവർക്ക് 2/4 വെച്ച് കൊടുത്തു. ദാറ്റ് മീൻസ് അഗെയിൻ 2 റൊട്ടീസ് അല്ലേ. ഇനി അടുത്ത്, അനിൽ വാസ് ഇൻ എ ഗ്രൂപ്പ് വെയർ 2 cakes were divided equally among 5 children. How much cake would Daniel get? 2 കേക്ക് ഉണ്ട്, 5 കുട്ടികളും ഉണ്ട്, അപ്പോൾ എത്ര വീതം ഓരോരുത്തർക്ക് കിട്ടിക്കണം? 2/5 കിട്ടിക്കണം. Now if there are 10 children in group, how many cakes will I need to that make same amount of cake? നോക്കി, ഈ കുട്ടികൾക്ക് 2 കേക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ 5 കുട്ടികളുണ്ടായിരുന്നു. ഇനി ഇത് 10 കുട്ടികളിലേക്ക് എത്തണമെങ്കിൽ എത്ര കേക്ക് വേണം? അത് നമുക്ക് ഈ 5 എന്ന് പറയുന്നത് എന്തായിട്ട് മാറ്റി? 10 ആയിട്ട് മാറ്റി. 5നെ 10 ആയിട്ട് മാറ്റണം, എന്ത് ചെയ്യണം? 5 × 2 ആണ് 10. ശരിയല്ലേ? 5 × 2 10. അങ്ങനെയാണ് ഈ 2വിനെ ന്യൂമറേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കണം വേണ്ടിയത്. കണ്ടോ? 4. അപ്പം എങ്ങനെയാണ് ആ ഫ്രാക്ഷൻ വരുന്നത്? 4/10. അതായത് 10 കുട്ടികൾക്ക് സെയിം എമൗണ്ട് കൊടുക്കണമെങ്കിൽ, ഈക്വലി 10 കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ 4 കേക്ക് വേണം. What if you put 2 such groups together? One group where 2 cakes are divided equally between 2 children, and another group again 4 cakes and 10 children. അതായത് ഈ 2 ഗ്രൂപ്പും കൂടെ 2 കേക്ക് 5 കുട്ടികൾക്ക് കൊടുക്കുന്നതും പിന്നെ 4 കേക്ക് 10 കുട്ടികൾക്ക് കൊടുക്കുന്നതും എങ്ങനെയാണ്? ഈക്വൽ ആണോ? ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊടുത്താൽ നോക്കാം നമുക്ക്. ഗ്രൂപ്പ് 1 ഇതായിരുന്നു, ഗ്രൂപ്പ് 2 ഇതായിരുന്നു. ശരിയല്ലേ? ഇത് രണ്ടും കൂടെ നമുക്ക് നോക്കുമ്പോൾ നോക്കി, ഈ ഗ്രൂപ്പ് 1ൽ ഓരോ കുട്ടിക്കും കിട്ടുന്ന അളവ് ഇത്രയുമാണ്. ഗ്രൂപ്പ് 2വിലും ഓരോ കുട്ടിക്കും കിട്ടുന്ന അളവ് വ്യത്യാസമൊന്നുമില്ല, സെയിം ആണ് അല്ലേ. സോ ദ ഷെയർ ഓഫ് ഈച്ച് ചൈൽഡ് ഈസ് സെയിം ഇൻ ബോത്ത് കേസസ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ടല്ലോ, ഒരു ഷെയറുണ്ട്, നമുക്ക് അടുത്ത ദിവസം എടുക്കാമേ.